ഹലോ, വെൽക്കം ടു മാത് വിന്നർ. BSc മാത്സിൻ്റെ അടുത്ത പാർട്ട് നോക്കാം. ഫൈൻഡ് ദി ഇൻവേഴ്സ്. A is equal to മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ എലമെൻ്ററി ഓപ്പറേഷൻ വെച്ച് നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പഠിച്ചായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഏതൊക്കെയാണ് എലമെൻ്ററി ഓപ്പറേഷൻസ് എന്നും അത് വെച്ചിട്ട് ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കി. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? ഇവിടെ A is equal to, ഇവിടെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് അല്ലേ, A is equal to എന്ന് പറഞ്ഞ് മെട്രിക്സ് തന്നിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് എലമെൻ്ററി ഓപ്പറേഷൻ വഴി ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ എങ്ങനെ എഴുതണം? മെട്രിക്സ് ഇങ്ങനെ എഴുതണം അല്ലേ, ഇങ്ങനെ എഴുതണം. ഇസ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ നമുക്കിവിടെ തന്നിരിക്കുന്ന മെട്രിക്സ്, ലെഫ്റ്റ് സൈഡിൽ ഇവിടെ തന്നിരിക്കുന്ന മെട്രിക്സ് എഴുതുക. 9 1 3 2 4 5 1 3 1. ഓക്കെ, റൈറ്റ് സൈഡിൽ എന്ത് എഴുതണം? കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെ, കറസ്പോണ്ടിങ് ഓർഡറിലുള്ള ഐഡന്റിറ്റി മെട്രിക്സ് എഴുതണം. ഇവിടെ ഈ മെട്രിക്സ് 3/3 അല്ലേ, നമുക്കിവിടെ തന്നിരിക്കുന്ന A എന്ന് പറഞ്ഞ മെട്രിക്സ് 3/3 ആണ് ഓർഡർ. അപ്പം അതുപോലെ 3/3 ഓർഡർ വരുന്ന ഐഡന്റിറ്റി മെട്രിക്സ് എഴുതുക. 1 0 0 0 1 0 0 0 1. ഓക്കെ, ഇപ്പൊ നമുക്ക് റൈറ്റിൽ ഐഡന്റിറ്റി മെട്രിക്സും ലെഫ്റ്റിൽ നമ്മുടെ എയും അല്ലേ, റൈറ്റിൽ ഐഡന്റിറ്റി മെട്രിക്സും ലെഫ്റ്റിൽ മെട്രിക്സ് എയും ആണ് ഉള്ളത്. നമ്മൾ എന്ത് ചെയ്യണം? ഈ റൈറ്റിലുള്ള ഐഡന്റിറ്റി മെട്രിക്സിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരണം. കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും? നമുക്ക് റൈറ്റ് ഒരു മെട്രിക്സ് ഉണ്ടാവും, ആ ഉണ്ടാകുന്ന മെട്രിക്സ് ആണ് A ഇൻവേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇവിടെ ഈ റൈറ്റിൽ കിടക്കുന്ന ഐഡന്റിറ്റി മെട്രിക്സിനെ ലെഫ്റ്റിൽ കൊണ്ടുവരുന്നത്? എലമെന്ററി ഓപ്പറേഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ ഈ എലമെന്റ് അല്ലേ, ഇവിടെ 9 ആണ്, ഇതെന്ത് വരണം? ഇവിടെ 1 വരണം. 9ന്റെ പ്ലേസിൽ എന്തായിരിക്കണം? 1 കൊണ്ടുവരണം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? അവിടെ 1 കൊണ്ടുവരണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനുവേണ്ടി നമുക്ക് ഈ R3 നോക്കിയേ, ഇവിടെ 1 അല്ലേ, അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് R1 അല്ലേ, R1 R3 ഇന്റർചേഞ്ച് ചെയ്താൽ മതി. R1ഉം R3യും ഇന്റർചേഞ്ച് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 1 വരും. ഓക്കെ, ഞാൻ എഴുതാവേ. അപ്പൊ നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് മെട്രിക്സ് ഈ റോ എന്ത് വരും? ഇവിടെ വരും അല്ലേ. അപ്പൊ നമുക്ക് എഴുതാം 1 3 1 0 0 1 2 4 5 0 1 0 9 1 3 1 0 0. ഓക്കെ അല്ലേ? ഫസ്റ്റ് റോയും തേർഡ് റോയും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഫസ്റ്റ് എലമെന്റ് അല്ലെ, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 1 കിട്ടി. ഇനി നമുക്ക് ഇവിടെ 0 കൊണ്ടുവരണം. അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? ഇവിടെ 0 കൊണ്ടുവരണം. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? ഇവിടെ 0 കൊണ്ടുവരണം. അപ്പൊ ഞാൻ 2 സ്റ്റെപ്പിന് പകരം അല്ലെ ഒരൊറ്റ സ്റ്റെപ്പ് ആക്കി എഴുതും. ഒറ്റ സ്റ്റെപ്പ് എന്നല്ല, അറ്റ് എ ടൈം നമുക്ക് ചെയ്യാം. ഇവിടെ 0 കൊണ്ടുവരണം, ഇവിടെയും 0 കൊണ്ടുവരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആരൊക്കെയാണ്? R2നെയും ചേഞ്ച് ചെയ്യണം, R3യെയും ചേഞ്ച് ചെയ്യണം. ഇവിടെ R1 എന്താണ്? R1ന് മാറ്റമൊന്നുമില്ല. R1ന് നമുക്കിപ്പോൾ മാറ്റം വേണ്ട അല്ലേ, കാരണം ഓൾറെഡി നമ്മൾ 1 ആക്കി. നമുക്കിനി ചേഞ്ച് ചെയ്യേണ്ടത് ഇവിടെ 0 വരണം, ഇവിടെയും 0 വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് R2 ചേഞ്ച് ചെയ്യണം, R3യും ചേഞ്ച് ചെയ്യണം. R1ന് മാറ്റമൊന്നുമില്ല. അപ്പൊ നമുക്ക് R2നെയും R3നെയും R1 വെച്ച് ചേഞ്ച് ചെയ്യാം. R2നെയും R3യെയും അറ്റ് എ ടൈം എന്ത് ചെയ്യാം? R1 വെച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും, കാരണം അവിടെ R1ന് മാറ്റമൊന്നുമില്ല. അപ്പൊ മാറ്റമില്ലാത്ത ആളെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആ 2 റോയിനെ അറ്റ് എ ടൈം ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കണേ. R2നെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം? R2 ചേഞ്ചസ് ടു,
ഇവിടെ നമുക്ക് 0 അല്ലേ വരേണ്ടത്, ഇവിടെ 0 ആണ് വരേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് R2 പ്ലസ് -2R1 R2 പ്ലസ് -2R1 ചെയ്താൽ ഇവിടെ എന്ത് വരും? 0 വരും. ഇവിടെ 0 വരും. R2 പ്ലസ് -2R1. ഇനി നമുക്ക് ഇവിടെയും 0 ഉണ്ടാവണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് R3 ചേഞ്ചസ് ടു R3 പ്ലസ് -9R1 R3 പ്ലസ് -9R1. ഇവിടെ നോക്കിയേ, R2ഉം ഇവിടെ R1, ഇവിടെ R3 R1. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അറ്റ് എ ടൈം ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് R1ന് മാറ്റമൊന്നുമില്ല, 131,001. ഓക്കെ, R2 ചേഞ്ച് ആവും അല്ലേ? R2 ചേഞ്ച് ആവുന്ന ഞാൻ ഇവിടെ എഴുതാവേ. R2 ഞാൻ ഇവിടെ എഴുതാം. 245,010. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? -2R1 എടുക്കുക. -2R1 മീൻസ് എന്താണ്? -2 ഇൻറ്റു R1. R1 നമ്മൾ എന്ത് ചെയ്യണം? -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. R1 ഇതാണ്. അപ്പോൾ ഇതിനെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. -2 ഇൻറ്റു 1 -2, -2 ഇൻറ്റു 3 -6, -2 ഇൻറ്റു 1 -2. ഇവിടെ 2 0 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 2 0 തന്നെ വരും. ഇവിടെ 1 ആണ്. അപ്പോൾ -2 ഇൻറ്റു 1 -2. ഇനി എന്ത് ചെയ്യണം? ഇവിടെ R2 പ്ലസ് -2R1 അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, ആഡ് ചെയ്യുമ്പോഴത്തേക്ക് -2 വരും. ഇവിടെ 1 0 5 -2 3 -6 പ്ലസ് 4 -2 -2 പ്ലസ് 2 0. കണ്ടോ? R2 ചേഞ്ച് ചെയ്ത് ഇതായി. അപ്പോൾ നമുക്കിവിടെ എഴുതാം 0 -2 3 0 1 -2. ഓക്കെ, R2 ഇങ്ങനെയാണ് ചേഞ്ച് ആയി വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് എന്ത് ചെയ്യണം? R3 ചേഞ്ച് ചെയ്യാം. അപ്പം R3 ചേഞ്ചസ് ടു R3 പ്ലസ് -9R1. അപ്പോൾ R3 എഴുതുക. ഇതെന്താണ്? മൈൻഡ് കാൽക്കുലേഷൻ എന്ത് ചെയ്യാം? പെട്ടെന്ന് ചെയ്യാം. ആ ഒരു സ്റ്റെപ്പ് കിട്ടിയില്ലെങ്കിലാന്ന് വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ R3 എഴുതാം. ഫസ്റ്റ് R3 എഴുതാം. R3 എന്ന് പറയുന്നത് ഇതല്ലേ? ഇതാണ് R3. ഓക്കെ, അപ്പോൾ 9 1 3 1 0 0 R3 എഴുതി. അടുത്ത -9R1 -9 ഇൻറ്റു R1. R1നെ -9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം എന്ത് വരും? -9 ഇൻറ്റു 1 -9 -9 ഇൻറ്റു 3 -27 -9 ഇൻറ്റു 1 -9. ഇവിടെ 2 0. ഓക്കെ, 0 0. അടുത്ത -9 ഇൻറ്റു 1 -9. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. ഇവിടെ -9 0 1 -9 പ്ലസ് 3 എത്രയാണ്? -6. ഇവിടെ -27 പ്ലസ് 1 -26. ഓക്കെ, ഇവിടെ -9 പ്ലസ് 9 എന്താണ്? 0. അപ്പോൾ ഇവിടെ എന്ത് വരും? R3 ചേഞ്ചസ് ടു 0 -26 -6 1 0 -9. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ രണ്ടും 0 കിട്ടി. ഇനി നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം? അടുത്ത നമ്മൾ ചെയ്യുന്നത് ഇവിടെ 1 ആണ്. അപ്പോൾ ഇനി അടുത്ത ഇവിടെ 1 വരണം അല്ലേ? ഇവിടെ 1 വന്ന് അടുത്ത് എന്ത് ചെയ്യണം? ഇവിടെ 1 വരണം. -2ൻ്റെ സ്ഥാനത്ത് എന്ത് വരണം? 1 വരണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യാം? അതിനെന്ത് ചെയ്യാൻ പറ്റും? -2ൻ്റെ സ്ഥാനത്ത് 1 വരണമെങ്കിൽ നമുക്ക് ഈസിയാണ്. എന്ത് ചെയ്താൽ മതി? R2 ചേഞ്ചസ് ടു -2നെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടത്തില്ലേ? അപ്പോൾ R2 നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം? R2 ബൈ -2 ചെയ്താൽ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം 131
0 0 1. ഇവിടെ 0 അല്ലേ, 0/-2 0 ആണ്. ഓക്കെ, ഇവിടെ -2/-2 എന്ത് കിട്ടും? 1. ഇവിടെ 3/-2 എന്ന് പറയുമ്പോൾ എന്താവും? അത് -3/2. ഓക്കെ, ഇനി ഇവിടെ 0 ആണ്ട് 0 വരും. ഇവിടെ 1/-2 എന്ന് പറയുമ്പോൾ -1/2. ഇവിടെ -2/-2 1. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തത് ബാക്കി എന്താണ്? R3 അതുപോലെ എഴുതുക. 0 -26 -6 1 0 -9. ഓക്കെ, അടുത്തതിന് നമുക്ക് ഇവിടെയും 0 വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ ചേഞ്ച് ചെയ്യണം? R1 ചേഞ്ച് ചെയ്യണം, R3 ചേഞ്ച് ചെയ്യണം. R1 ചേഞ്ചസ് 2. എന്ത് ചെയ്യാം? നമുക്ക് R2 വെച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. R1 ചേഞ്ചസ് 2, R1 പ്ലസ് -3 R2. ഓക്കെ അല്ലേ? കാരണം ഇവിടെ എന്താണ്? R1 3 ആണ്. അപ്പോൾ -3 R2 എന്ന് പറയുമ്പോൾ ഇവിടെ -3 വരും. 3 - 3 എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് 0 വരും അല്ല. നമുക്ക് ചെയ്ത് നോക്കാം. അതേസമയം തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെയും 0 കൊണ്ടുവരണം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? R2 വെച്ച് ചേഞ്ച് ചെയ്യാം. കാരണം എന്താണ്? R2 ഇവിടെ മാറ്റമൊന്നുമില്ല. R2വിനെ നമ്മളിവിടെ എന്താണ് ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഏതൊക്കെ റോയാണ് ചേഞ്ച് ചെയ്യുന്നത്? R1 ചേഞ്ച് ചെയ്യുന്നുണ്ട്, R3 ചേഞ്ച് ചെയ്യുന്നുണ്ട്. R2വിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ അറ്റ് എ ടൈം നമുക്ക് എന്ത് ചെയ്യാം? R1നെയും R3യെയും മാറ്റമില്ലാത്ത R2 വെച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ R3 ചേഞ്ച് ചെയ്യാം. R3 ചേഞ്ചസ് 2. നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ 0 വരണം. അതിന് വേണ്ടിയിട്ട് R3 പ്ലസ് ഇവിടെ -26 അല്ലേ? അപ്പോൾ -26 പ്ലസ് 26 ആണ് 0. അപ്പോൾ ഇവിടെ 1 ആണ്. അപ്പോൾ 1 × 26 ചെയ്യണം. മീൻസ് 26 R2. R3 പ്ലസ് 26 R2 ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും? നമുക്കത് കറക്റ്റ് വരും. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ R1 ചേഞ്ച് ചെയ്യാവേ. അപ്പോൾ ഞാൻ R1 ഒന്ന് എഴുതാം. 1 3 1 0 0 1 കണ്ട R1. ഇനി -3 R2 അല്ലേ? R2വിനെ -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 0 × -3 0, 1 × -3 -3. ഇവിടെ നോക്കിയാൽ -3/2 × -3. ഇത് ചെയ്യുമ്പോഴത്തേക്ക് 9/2 എന്ന് കിട്ടും. എന്ത് ചെയ്യുക? നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ? കറക്റ്റ് അല്ലേ? -3 അല്ലേ? -3 × -3/2 എന്ത് വരും? മൈനസും ക്യാൻസൽ ആകും. 3 × 3 9, 9/2 എന്ന് വരും. ഓക്കെ, ഇവിടെ 9/2. ഇവിടെ എന്ത് വരും? 0. ഓക്കെ, അടുത്തത് -3 × -1/2 എന്ന് പറയുമ്പോൾ 3/2. അടുത്തത് -3 × 1 -3. ഇത് രണ്ടും കൂടി എന്താണ്? ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോഴത്തേക്ക് -3 + 1 -2. 3/2 + 0 3/2. ഇവിടെ 0. 9/2 + 1. അപ്പോൾ എന്ത് ചെയ്യുക? നമുക്കൊന്ന് ചെയ്യാം. 9/2 + 1. ഇവിടെ 1/1 എന്ന് എഴുതാം. 9 × 1 9, 9 + 2 11, 11/2 എന്ന് വരും. ഓക്കെ, 11/2 കറക്റ്റ് അല്ലേ? ഓക്കെ, 9/2 + 1 11/2. ഇവിടെ 0, ഇവിടെ 1. ഓക്കെ, അപ്പം R1 ഇങ്ങനെ ചേഞ്ച് ആയി. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? R3 എന്ത് ചെയ്യുക? ഫസ്റ്റ് നിങ്ങൾ R2നെ 26 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അത് R3 ആഡ് ചെയ്യുക. കറസ്പോണ്ടിങ് R3 എഴുതുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? അടുത്ത പേജിൽ നമ്മുടെ ഈ ചേഞ്ച് ആയിട്ടുള്ള R1ഉം R3യും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞുള്ള കിട്ടുന്ന മെട്രിക്സ് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ എഴുതാം. ഇവിടെ മെട്രിക്സ്
നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് വരുന്നത് 1 0 11/2 0 3/2 -2 0 1 -3/2 0 -1/2 1 0 0 -45 1 -13 17. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 0 കിട്ടി. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 1 കൊണ്ടാണ് അല്ലേ, ഇവിടെ 1 ഇവിടെ 1. അടുത്ത നമുക്ക് എന്ത് ചെയ്യണം? -45ന്റെ പ്ലേസ് 1 കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് സിമ്പിൾ അല്ലേ. അതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി? R3 ചേഞ്ച് ചെയ്യണം. R3 ചേഞ്ചസ് ടു ഇവിടെ എന്ത് ചെയ്യുന്നത്? -45 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ R3/-45. ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് വരും? 1 0 11/2 0 3/2 -2 0 1 -3/2 0 -1/2 1. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? -45 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ രണ്ടും 0. ഓക്കെ, -45/-45 1. ഇനി 1/-45 എന്ന് പറയുമ്പോൾ -1/45. ഇവിടെ -13/45 എന്ത് വരും? +13/45. ഓക്കെ അല്ലേ? ഇവിടെ എന്ത് വരും? -17/45. ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഡയറക്റ്റ് എന്ത് ചെയ്യുക? ഓരോ എലമെന്റ് എടുത്ത് ഡിവൈഡ് ചെയ്യുന്നത് സിമ്പിളാണ്. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റെപ്പ് എന്താണ്? ഇനി അടുത്ത് എന്ത് ചെയ്യണം? അടുത്ത നമുക്ക് ഇവിടെയും 0 വരണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? R1 ചേഞ്ച് ചെയ്യാം. R1 ചേഞ്ചസ് ടു ഇവിടെ 0 കിട്ടണം അല്ലേ? ഇവിടെ 0 കിട്ടണം. അതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇവിടെ 11/2 ആണ്. അപ്പം അവിടെ നമുക്ക് 0 കിട്ടണം. അതിന് വേണ്ടിയിട്ട് R1 ചേഞ്ചസ് ടു R3ക്ക് മാറ്റമൊന്നുമില്ല അല്ല, R3ക്ക് ഇനി മാറ്റം വേണ്ട. അപ്പോൾ നമുക്ക് R1 +-11/2 R3 ഇത് ചെയ്താൽ എന്ത് കിട്ടും? ഇവിടെ 0 വരും. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ R2 ചേഞ്ച് ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. അതിന് വേണ്ടിയിട്ട് R2 ചേഞ്ചസ് ടു ഇവിടെ 0 കിട്ടണം. ഇവിടെ മാറ്റമില്ലാത്ത റോ ഏതാണ്? R3 ആണ്. R3ക്ക് ഇനി മാറ്റമൊന്നും വേണ്ട, കാരണം ഓൾറെഡി ഇവിടെ എന്ത് കിട്ടി? 1 വന്ന് അല്ലേ? അപ്പോൾ നമുക്ക് R2ന് എന്ത് ചെയ്യാം? R3 വെച്ചിട്ട് ചേഞ്ച് ചെയ്യാം. നോക്കിയേ, R2 + 3/2 R3 R2 + 3/2 R3 എന്ത് ചെയ്യുക? ചെയ്തു നോക്കുക. അപ്പോൾ നമുക്ക് ഫൈനലി കിട്ടാൻ പോകുന്ന മെട്രിക്സ് ആണെന്ന് എഴുതാം. ഇവിടെ എന്ത് കിട്ടും? 1 0 0 11/90 -4/45 7/90 0 1 0 -1/30 -1/15 13/30. ഓക്കെ, ഇവിടെ 0 0 1 -1/45 13/45 ആൻഡ് ഫൈനലി -17/45. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് വരുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ കറക്റ്റ് ചെയ്യുക, ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് ഫൈനലി എന്ത് കിട്ടി? ലെഫ്റ്റ് സൈഡിൽ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടി അല്ലേ? ഫസ്റ്റ് നമ്മൾ എന്താണ് റൈറ്റ് സൈഡിലാണ് ഐഡന്റിറ്റി മെട്രിക്സ് കിടന്നത്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്ത് ഫൈനലി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കിട്ടി. ഐഡന്റിറ്റി മെട്രിക്സിന്റെ ലെഫ്റ്റ് സൈഡിൽ കിട്ടി. അപ്പൊ റൈറ്റ് സൈഡിൽ ഒരു മെട്രിക്സ് ആണെന്ന് നോക്കിയേ, ഈ മെട്രിക്സ് ആണ് നമ്മുടെ ഇവിടുത്തെ എ ഇൻവേഴ്സ്, എയുടെ ഇൻവേഴ്സ്. ഓക്കെ, അപ്പൊ ഈ മെട്രിക്സ് എന്താണ്? എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഈ മെട്രിക്സ് എടുത്ത് എഴുതിയാൽ മതി, ആൻസർ ആയി. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് എലമെന്ററി റോ ഓപ്പറേഷൻ വഴി എ ഇൻവേഴ്സ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക് നോക്കാം. സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ് യൂസിങ് എലമെന്ററി റോ ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പൊ അടുത്തത് എലമെന്ററി റോ ഓപ്പറേഷൻ വഴി
സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ് നോക്കാം. സോൾവ് കണ്ട ഇവിടെ എന്താണ് നമുക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യണം? എലമെന്ററി റോ ഓപ്പറേഷൻസ് വഴി സോൾവ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മെട്രിക്സിന് ഇതിന്റെ ഓഗ്മെന്റഡ് ഫോം ഉണ്ട്, ഇതിന്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് അല്ലേ, കുറച്ച് ഇക്വേഷൻസ് വന്നിട്ടുണ്ട്, അങ്ങനെ പറയാം. കുറച്ച് എന്താണ് ഇക്വേഷൻസ്, 3 ഇക്വേഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇക്വേഷൻസ് വെച്ചിട്ട് ഇതിന്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് എന്താണ്? ഓഗ്മെന്റഡ് മെട്രിക്സ് ഇത് നമുക്ക് ഒന്ന് എഴുതാം. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാല് മെട്രിക്സ് ഇവിടെ നോക്കിയ ഒന്നാമത്തെ ഇക്വേഷൻ നോക്കിയ എക്സ് പ്ലസ് വൈ പ്ലസ് 2z ഇസ് ഈക്വൽ ടു 9. എക്സിന്റെ കോഎഫിഷ്യന്റ് 1, വൈയുടെ കോഎഫിഷ്യന്റ് 1, ഇസഡിൻ്റെത് 2. ഇവിടെ എക്സ്ട്രാ അല്ല ഈക്വൽ ടു 9 എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. അപ്പം 1 1 2 9. ഓക്കെ, അടുത്ത ഇവിടെ എക്സിൻ്റെത് 2, ഇവിടെ 4, ഇവിടെ 3 1, 2 4 3 1. ഓക്കെ, ഇവിടെ എന്താണ് -3 അല്ലേ, സോറി -3. അപ്പോൾ ഇവിടെ മൈനസ്. അടുത്ത നോക്കുക 3 6 -5 0, 3 6 -5 0. ഇതാണ് ഇവിടുത്തെ ഓഗ്മെന്റഡ് മെട്രിക്സ്. ഈ ഗീവൺ ഇക്വേഷൻ്റെ ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ അല്ലേ ഓഗ്മെന്റഡ് മെട്രിക്സ് ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ ഈ മെട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്യണം? എലമെന്ററി റോ ഓപ്പറേഷൻ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടും. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന മെട്രിക്സ് എന്താണ്? 3/4 മെട്രിക്സ് അല്ലേ, 3/4 മെട്രിക്സ് ആണ്. 3/4 മെട്രിക്സ് ആണ്, 3 റോയും 4 കോളവും. അപ്പം ഈ മെട്രിക്സ് എന്താണ്? സ്ക്വയർ മെട്രിക്സ് അല്ല. നമ്പർ ഓഫ് റോസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് അല്ലേ. റോസ് 3, കോളംസ് 4. ഇത് സ്ക്വയർ മെട്രിക്സ് അല്ല. നമുക്കറിയാം ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സ് ആണ്. ഐഡന്റിറ്റി മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നോക്കിയേ 1 1 2 2 4 -3 3 6 -5. ഇത് മാത്രം എടുത്താൽ എന്താണ്? 3/3 മെട്രിക്സ് ആണ്, സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പം ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിറ്റി മെട്രിക്സ് ആക്കണം. ഓക്കെ, ഈ 3/4 ഉള്ളിലുള്ള ഈ മെട്രിക്സ് കണ്ടില്ലേ? ഈ മെട്രിക്സ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ എലമെന്റുകൾ കണ്ടില്ലേ? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ടുവരണം. അപ്പം നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 3 എലമെന്റുകൾ കിട്ടും. അതാണ് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ. കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്നത് എക്സ്, ഇവിടെ വരുന്നത് വൈ, ഇവിടെ വരുന്നത് ഇസഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1 1 2 2 4 -3 3 6 -5 ഇതിനെന്താക്കി മാറ്റണം? ഐഡന്റിറ്റി മെട്രിക്സ് ആക്കി മാറ്റണം. എങ്ങനെ മാറ്റും? എലമെന്ററി റോ ഓപ്പറേഷൻ ചെയ്യണം. എലമെന്ററി റോ ഓപ്പറേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ കിട്ടുന്നത് എക്സ്, ഇവിടെ കിട്ടുന്നത് വൈ, ഇവിടെ കിട്ടുന്നത് സെഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എലമെന്ററി റോ ഓപ്പറേഷൻ വഴി ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നിന്നാണ് ഓൾറെഡി ഫസ്റ്റ് എലമെന്റ് 1 ആണ്. അപ്പോൾ ഇനി ഇവിടെ എന്താ മാറ്റമൊന്നും വരുത്തണ്ട. ഇവിടെ ഓൾറെഡി എന്താ ഇവിടെ തന്നിരിക്കുന്നത് 1 ആണ്. അപ്പോൾ ഇനി ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇനി ഇവിടെയും 0 കൊണ്ടുവരണം അല്ലേ. ഇവിടെയും 0 വരണം, ഇവിടെയും 0 വരണം. അപ്പം അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? അറ്റ് എ ടൈം R2 R3 ചേഞ്ച് ചെയ്യാം. R2 ചേഞ്ചസ് ടു ഇവിടെ 2 ആണ്. 2 എന്ത് ചെയ്യണം? 0 ആക്കണം. അപ്പോൾ ഇവിടെ R1-നാണ് മാറ്റമൊന്നും ഇല്ലാത്തത്. R1-നെ നമുക്കിപ്പോൾ എന്താണ് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് R2-നെയും R3-യെയും R1 വെച്ചിട്ട് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരും R2 പ്ലസ് -2 R1. ഓക്കെ, R2-നെ ഇങ്ങനെയും ചെയ്യുക. അടുത്ത R3 ചേഞ്ചസ് ടു R3 പ്ലസ് -3 R1. ഓക്കെ,
അപ്പോൾ നമുക്ക് എഴുതാം. എങ്ങനെ വരും മെട്രിക്സ്? R1 മാറ്റമില്ല. അപ്പോൾ 1 1 2 9. ഓക്കെ, ഇതെന്ത് ചെയ്യുക? ആഡ് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഞാൻ എഴുതാം, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ചെയ്ത് നോക്കിയാൽ മതി. ഇത്രയും നമ്മൾ എന്താണ് ഇൻവേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചാണ്. അപ്പം ഇതിനെ ആഡ് ചെയ്ത് നമുക്ക് സമയം കളയേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക? R2നെയും R3യെയും ചേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന മെട്രിക്സ് 0 2 -7 -17. ഇവിടെ 0 3 -11 -27. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 0 കിട്ടി. ആ 2 എലമെൻറ്റും 0 കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ നമുക്ക് 1 കൊണ്ടുവരണം അല്ലേ? ഇവിടെ 1 കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സെക്കൻഡ് റോ ചേഞ്ച് ചെയ്യാം. R2 ചേഞ്ചസ് 2, R2 ചേഞ്ചസ് 2. 2 അല്ലേ? 2ൻ്റെ പ്ലേസിൽ 1 വരണം. അപ്പോൾ അതിനായിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? R2/2 അല്ല. അപ്പോൾ എന്ത് കിട്ടും? മെട്രിക്സ് 1 1 2 9 0 1. -7/2 എന്ന് പറയുമ്പോൾ -7/2. ഇവിടെ -17/2. 0 3 -11 -27. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇവിടെയും ഇവിടെയും 0 കൊണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് R1 ചേഞ്ച് ചെയ്യാം. R1 ചേഞ്ചസ് 2. R1 ചേഞ്ചസ് 2. R1 -R2 and R3 changes to R3 -3R2. ഈ 2 എലമെൻ്ററി ഓപ്പറേഷൻസ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന മെട്രിക്സ് ഞാൻ എന്ത് ചെയ്യാം? നെക്സ്റ്റ് പേജിൽ എഴുതാം. ഓക്കെ, മെട്രിക്സ് 1 1 2 9. ഓക്കെ, 1 1 2 9 നമുക്ക് ഓൾറെഡി കിട്ടിയ മെട്രിക്സ് അല്ലേ? ഓക്കെ ഓക്കെ, അപ്പോൾ എലമെൻ്ററി ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 0 11/2 35/2 0 1 -7/2 -17/2 0 0 -1/2 -3/2. ഓക്കെ, ഇങ്ങനെ വരും. നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഇവിടെ 1 കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് R3 ചേഞ്ച് ചെയ്യാം. R3 ചേഞ്ചസ് 2. R3/-1/2. R3യെ -1/2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 0 11/2 35/2 0 1 -7/2 -17/2. ഓക്കെ, ഇവിടെ 0 0 -1/2 -1/2 എന്ന് പറയുമ്പോൾ 1 -3/2 ഡിവൈഡഡ് ബൈ -1/2 അല്ലേ? -3/2 ഡിവൈഡഡ് ബൈ -1/2. 2 2 ക്യാൻസൽ ചെയ്യാം. മൈനസ് മൈനസും ക്യാൻസൽ ചെയ്യാം. ബാക്കി 3/1 എന്ന് വരും. 3/1 3. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ഇങ്ങനെ വരും. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഇവിടെയും ഇവിടെയും 0 കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് R1 ചേഞ്ചസ് 2. R1 ചേഞ്ചസ് 2. R1 -11/2 R1. ഓക്കെ, R1 മൈനസ് R1 -11/2 R3.
R3 വെച്ച് ചേഞ്ച് ചെയ്യാം. കാരണം R3ക്ക് മാറ്റമൊന്നുമില്ല. നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് R1ഉം ചേഞ്ച് ചെയ്യണം, R2ഉം ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി R1 ചേഞ്ചസ് ടു R1 മൈനസ് 11/2 R3. അടുത്ത R2 എങ്ങനെ ചെയ്യാം? R2 ചേഞ്ചസ് ടു R2 പ്ലസ് എന്ത് ചെയ്യണം? R2 പ്ലസ് ഇവിടെ നമുക്ക് 0 കൊണ്ടുവരണം അല്ലേ? അല്ല, ഇവിടെ 0 കൊണ്ടുവരണം. അപ്പം അതിന് വേണ്ടിയിട്ട് സോറി, ഇവിടെ അല്ലേ 0 ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അവിടെ 0 ഉണ്ടെന്നിട്ട് എന്ത് ചെയ്യണം? പ്ലസ് 7/2 R3. ഓക്കെ, സിമ്പിൾ. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഫൈനലി മെട്രിക്സ് 1 0 0 1 0 1 0 2 0 0 1 3. ഓക്കെ, ഇവിടെ നോക്കിയേ. നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടി. കണ്ട 1 0 0 0 1 0 0 0 1 ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടി. കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ കിട്ടിയ വാല്യൂ നോക്കിയാൽ 1 2 3 അല്ലെ? എക്സിന്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ 2, ഇസഡിന്റെ വാല്യൂ 3. അപ്പോൾ എടുത്ത് എഴുതുക. x ഈസ് ഈക്വൽ ടു 1, y ഈസ് ഈക്വൽ ടു 2 ആൻഡ് z ഈസ് ഈക്വൽ ടു 3. ഓക്കെ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഈ സൊല്യൂഷൻ്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതണം. സോറി, ഇക്വേഷൻ്റെ അല്ലേ? ഇവിടെ നമുക്ക് എന്താണ് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്, 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻസിൻ്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് എളുപ്പമല്ലേ എഴുതാറിയാലോ? അപ്പോൾ നമുക്ക് എഴുതാം. മെട്രിക്സ് കോഎഫിഷ്യൻ്റ് നോക്കൂ, 1 1 1 അല്ലേ? 1 1 1 3. അടുത്ത 1 -1 1 2. ഇവിടെ 1 1 -1 2. ഓക്കെ, ഇവിടെ നിന്നാണ് ഓൾറെഡി ഫസ്റ്റ് എലമെന്റ് 1 ആണ്. അപ്പം ഇനി ചേഞ്ച് ഒന്നും വേണ്ട. ഇവിടെയും 0 കൊണ്ടുവരണം. അപ്പം ഞാൻ എലമെന്ററി ഓപ്പറേഷൻ എന്ത് ചെയ്യാം? പെട്ടെന്ന് എഴുതാം. അപ്പം നിങ്ങൾ ഓരോന്ന് ചെയ്ത് നോക്കിയാൽ മതി. R2 ചേഞ്ചസ് ടു R2 മൈനസ് R1 and R3 changes to R3 minus R1. സിമ്പിൾ അല്ലേ? R1ന് മാറ്റമൊന്നുമില്ല. അപ്പോൾ അറ്റ് എ ടൈം നമുക്ക് എന്ത് ചെയ്യാം? R2നെയും R3യെയും R1 വെച്ച് ചേഞ്ച് ചെയ്യാം അല്ലേ? R2 ചേഞ്ചസ് ടു R2 മൈനസ് R1 ആൻഡ് R3 ചേഞ്ചസ് ടു R3 മൈനസ് R1. നമുക്ക് ഇവിടെ 0 ആണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ 0 കിട്ടുന്നുണ്ടാകും. നിങ്ങൾ നോക്കുക, ഇവിടെ R2 മൈനസ് R1 ചേഞ്ച് ചെയ്യും. R2 മൈനസ് R1 ചെയ്ത് നോക്കുക. R2 ഇതാണ്, ഇവിടെ R1. അപ്പോൾ 1 - 1 ഇവിടെ 0 കിട്ടും അല്ലേ? അടുത്ത R3 മൈനസ് R1 കണ്ടോ? 1 - 1 ഇവിടെ 0 എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം. മെട്രിക്സ് എന്ത് വരും? 1 1 1 3 0 -2 0 -1 0 0 -2 -1. ഓക്കെ, ചേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. R2 R3 ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇനി ഇവിടെ -2 ആണ് അല്ലേ? അവിടെ 1 കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? -2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. R2നെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? R2 by -2 ആണ്. അടുത്ത എലമെന്ററി ഓപ്പറേഷൻ എന്താണ്? R2 by -2. നോക്കാം. 1 1 1 3 0 by -2 0 -2 by -2 1 0 by -2 0. അടുത്ത -1 by -2 എന്ന് പറയുമ്പോൾ 1/2. ഓക്കെ, ബാക്കി അതുപോലെ എഴുതുക. 0 0 -2 -1. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി ഇവിടെ 0 ഉണ്ട്, കുഴപ്പമില്ല, മാറ്റമൊന്നും വരുത്തണ്ട. ഇനി ഇവിടെ 0 ആക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? R1നെ ചേഞ്ച് ചെയ്യണം. നോക്കിയേ, R1 ചേഞ്ചസ് ടു R1 മൈനസ് R2. R1 ചേഞ്ചസ് ടു R1 മൈനസ് R2.
അപ്പോൾ എന്ത് വരും? R1 മൈനസ് R2 ചെയ്യുക. 1 മൈനസ് 0 1, 1 മൈനസ് 1 0, ഇവിടെ 1 മൈനസ് 0 1, 3 മൈനസ് 1/2, 3 മൈനസ് 1/2 ഇതൊക്കെ എന്താണ് നമുക്ക് പെട്ടെന്ന് പറയാം. 3 മൈനസ് 1/2 എന്ന് പറയുമ്പോൾ 1/2 ആണ്. ഓക്കെ അല്ലേ? സോറി 3 മൈനസ് 1/2 1/2 അല്ല. എത്രയാണ്? 3 മൈനസ് 1/2 എന്ന് പറയുമ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. 3 മൈനസ് 1/2 ഇവിടെ നമുക്ക് 1 എന്ന് എഴുതാം. 3 × 2 6 മൈനസ് 1 × 1 1 ഡിവൈഡ് ബൈ 1 × 2 2 ഈക്വൽ ടു 6 മൈനസ് 1 5 5/2. ഓക്കെ 5/2 ആയിരുന്നു, സോറി. ഇവിടെ 5/2. ഓക്കെ, ബാക്കി അതുപോലെ എഴുതുക. 0 1 0 1/2, 0 0 മൈനസ് 2 മൈനസ് 1. ഓക്കെ, നമുക്കിത് ഇവിടെ 1 കൊണ്ടുവരാം, ഇവിടെ 1 കൊണ്ടുവരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് R3 ഡിവൈഡ് ബൈ -2, R3 ഡിവൈഡഡ് ബൈ -2 മെട്രിക്സ് 1 0 1 5/2, 0 1 0 1/2 അല്ലെ. R3യെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 0 0 -2 ബൈ -2 1 കണ്ടോ. അടുത്ത -1 ബൈ -2 എത്രയാണ്? 1/2. ഓക്കെ അല്ലേ? ഇനി ഫയലിൽ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് 1 ഉണ്ട്, ഇവിടെ 0 ഉണ്ട്, അടുത്ത ഇവിടെ 0 കൊണ്ടുവരണം, ഇവിടെ 0 കൊണ്ടുവരണം അല്ലെ. ഒന്നാമത്തെ റോ ചേഞ്ച് ചെയ്യണം. നോക്കിയേ, R1 ചേഞ്ചസ് ടു R1 മൈനസ് R3, R1 ചേഞ്ചസ് ടു R1 മൈനസ് R3. അപ്പോൾ എന്ത് വരും? R1 മൈനസ് R3 ചെയ്യുക. R1 മൈനസ് R3, 1 മൈനസ് 0 1, 0 മൈനസ് 0 0, 1 മൈനസ് 0 0. ഇവിടെ 5/2 മൈനസ് 1/2, 5/2 മൈനസ് 1/2 എന്ന് വരും 4/2 എന്ന് പറയും. 4/2യുടെ വാല്യൂ 2. ബാക്കി അതുപോലെ എഴുതുക. 0 1 0 1/2, 0 0 1 1/2. കിട്ടിയില്ലേ? ഇവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് വന്ന് കണ്ട. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 2 1/2 1/2. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും സെഡിൻ്റെയൊക്കെ വാല്യൂ എഴുതാം. എക്സ് ഈസ് ഈക്വൽ ടു 2, വൈ ഈസ് ഈക്വൽ ടു 1/2 ആൻഡ് ഇസഡ് ഈസ് ഈക്വൽ ടു 1/2. ഓക്കെ അല്ലേ?